Welcome to all. I am Satish Kumar. അപ്പോൾ നമ്മളിന്ന് വയർമാൻ പെർമിറ്റിന്റെയും അതുപോലെ തന്നെ PSC ടെക്നിക്കലായിട്ടുള്ള പലതിന്റെയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ 9ാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോയാലോ. 101ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓം നിയമത്തിൽ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്താണ്? ഇപ്പൊ ജോർജ് സൈമൺ ഓം ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ജോർജ് സൈമൺ ഓമിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് V = I × R, കറണ്ട് × റെസിസ്റ്റൻസ്. 102ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കണ്ടക്ടറിന്റെ നീളം നിലവിലുള്ളതിൽ നിന്നും ഇരട്ടിയാക്കുകയും മറ്റു ഘടകങ്ങളെല്ലാം പഴയതുപോലെ തുടരുകയും ചെയ്താൽ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ സെയിം ഇതിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ R = ρ × L/A എന്നാണ്. അപ്പൊ ρ × L എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ A ആണ്. അപ്പൊ ഇവിടെ L-നെ നമ്മൾ ഇരട്ടിയാക്കുകയാണ്, ഒരു കണ്ടക്ടറിന്റെ നീളം ഇരട്ടിയാക്കുകയാണ് എങ്കിൽ ബാക്കിയെല്ലാം പഴയ തന്നെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് നിലവിലുള്ളതിന്റെ ഇരട്ടിയായിട്ട് മാറുന്നു. ഓക്കെ. 103ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വയറിംഗ് സർക്യൂട്ടിൽ അല്ലെങ്കിൽ വയറിംഗ് സർക്യൂട്ടുകളിൽ പവർ ലോഡിന് ആവശ്യമുള്ള ഏറ്റവും കുറഞ്ഞ കേബിളിന്റെ സൈസ് എത്രയാണ്? ഇപ്പൊ പവർ ലോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് പവർ പ്ലഗ് കണക്ട് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ പവർ ലോഡുകളെന്ന് മാക്സിമം പറയുന്നത് അല്ലേ. അപ്പൊ അതിനകത്ത് പവർ പ്ലഗിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അവിടെ 1² mm 1.5² mm ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പകരം സ്റ്റാർട്ടിങ് പോലും 2.5² mm കേബിളാണ്. ഓക്കെ. 104ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എത്ര? എനർജിയുടെ യൂണിറ്റ് അല്ല ചോദിച്ചത്, ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചത്. അത് നമ്മൾ സാധാരണ നമ്മൾ KSEB റീഡിംഗിലേക്ക് നമുക്ക് എന്താ വരുന്നത്? kWh ആണ്, kWh. 105ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഉയർന്ന നിലയിലാക്കാൻ കാരണമെന്ത്? അതായത് നമ്മൾ ഇവിടുന്ന് ജനറേറ്റിംഗ് പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ നമ്മൾ ഹൈ വോൾട്ടേജ് ആക്കി വിടുന്നതിന്റെ കാരണം എന്താ? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചു, സ്റ്റെപ്പ് അപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വിടാനുള്ള കാരണം എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കത് ഉത്തരവെന്ന് പറയുന്നത് വോൾട്ടേജ് കൂടുന്ന അനുസരിച്ച് നമുക്ക് പ്രസരണ നഷ്ടം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഉയർന്ന വോൾട്ടേജ് ആകുമ്പോൾ അവിടുത്തെ കറണ്ടിന്റെ അളവ് കുറയുകയും അതോടനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? നമുക്ക് പ്രസരണ നഷ്ടം, ട്രാൻസ്മിഷൻ ലോസ് കുറയുകയും ചെയ്യും. 106ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ പ്രതിപാദിക്കുന്ന സൂചിക എഴുതുക. അതായത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് നിങ്ങൾക്ക് എഴുതേണ്ടത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. അപ്പം അതിന് നമുക്ക് നോർമലി നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്ന ട്രാൻസ്ഫോമറുകളുടെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ വാല്യൂ എഴുതുക. അത് ഏത് വേണോ എഴുതാം. ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് നമുക്ക് 11 kV ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ 11 kVയെ 33 kV ആയിട്ടോ 66 kV ആയിട്ടോ ആണ് പിന്നെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് വിടുന്നത്. അപ്പൊ ഉത്തരം ഞാൻ എഴുതുന്ന ഉത്തരം 11 kV/33 kV. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റി എഴുതാം. 33/66 എന്നോ 33/110 എന്നോ അല്ലെങ്കിൽ 66/110 എന്നോ അങ്ങനെ എന്ത് വേണോ എഴുതാം. പക്ഷെ പ്രൈമറി കുറവായിരിക്കണം, സെക്കൻഡറി കൂടുതലായിരിക്കണം, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവും ആയിരിക്കണം. ഏതെങ്കിലും 2 സെക്കൻഡറി സെല്ലുകളുടെ പേരെഴുതുക. കഴിഞ്ഞ ഒരു വീഡിയോയിൽ സെക്കൻഡറി സെല്ലിനെ കുറിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ലെഡ് ആസിഡ് സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും. ഇനി 108ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 100 വാട്ട് ബൾബ് 15 മണിക്കൂർ നേരം പ്രവർത്തിക്കുമ്പോൾ എത്ര യൂണിറ്റ് കറണ്ട് ചിലവാകും? 100 വാട്ട് ബൾബ് ഒരു 10 മണിക്കൂർ ചിലവാകുമ്പോൾ 1000 വാട്ട് ആയി. അപ്പോൾ ഒരു യൂണിറ്റ് ആയി. 1000 വാട്ട് എന്നൊരു യൂണിറ്റ് ആണ്. അപ്പോൾ 1 kWh ആണ്. അപ്പം നമ്മൾ നേരത്തെ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 15 മണിക്കൂർ ആകുമ്പോൾ 1500 വാട്ട് ആയി. 1500 വാട്ട് ഡിവൈഡഡ് ബൈ നമുക്ക് ഇത് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 1500 ഡിവൈഡഡ് ബൈ 1000 കൊടുക്കുമ്പോൾ അത് 1.5 യൂണിറ്റ്, 1.5 യൂണിറ്റ് കറണ്ട് നമുക്ക് ചിലവാകും. ഓക്കെ. അടുത്തത് 109ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇൻസ്റ്റലേഷനിൽ 200 വാട്ടിന്റെ ട്യൂബ് ലൈറ്റുകളും 40 വാട്ടിന്റെ
200 വാട്ടിന്റെ 5 ട്യൂബ് ലൈറ്റ്, 20 വാട്ടിന്റെ 5 ട്യൂബ് ലൈറ്റുകളും 40 വാട്ടിന്റെ 5 ബൾബുകളും 100 വാട്ടിന്റെ 2 പവർ സോക്കറ്റുകളും 2 കിലോ വാട്ടുള്ള ഒരു ഹീറ്ററും ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റലേഷനിലെ ആകെ കണക്റ്റഡ് ലോഡ് എത്ര? ഇവിടെ നമുക്ക് നോക്കാം. 20 വാട്ടിന്റെ 5, 20 ഗുണം 5 100, 40 വാട്ടിന്റെ 5, 40 ഗുണം 5 200. അപ്പൊ 100 അധികം 200 അധികം 100 വാട്ടിന്റെ 2 സോക്കറ്റുകൾ, അപ്പൊ 200. അപ്പോ 100 അധികം 200 അധികം വീണ്ടും 200 അധികം 2 കിലോ എന്ന് പറഞ്ഞാൽ 2000. അപ്പൊ എത്രയായി? 2500 വാട്ട്സ്, അതായത് 2.5 kW. 110ാമത്തെ ചോദ്യം, ഒരു ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എത്ര? ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്സ്. ഇനി 111ാമത്തെ ചോദ്യമാണ്, 10 ഓം ഉള്ള 2 റെസിസ്റ്ററുകൾ ആദ്യം പാരലലായും പിന്നീട് സീരീസ് ആയും കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസുകൾ എത്രയായിരിക്കും? അപ്പൊ 10 ഓം റെസിസ്റ്റൻസ് രണ്ടും പാരലായിട്ട് കണ്ടു ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു R1 R2 by R1 plus R2. അപ്പൊ 10 ഗുണം 10, അപ്പൊ 100 ഡിവൈഡഡ് ബൈ 10 plus 10 20. അപ്പം 5 ആയി മാറി, അതായത് നേരെ പകുതിയായിട്ട് മാറി. അപ്പൊ പാരലൽ ആവുമ്പോ 5ഉം, അതായത് എന്റെ പകുതിയും, സീരീസ് ആകുമ്പോൾ ഇരട്ടിയും, 10 plus 10 20 ആകും. ഓക്കെ, അടുത്ത 112ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, HRC ഫ്യൂസിന്റെ ഫുൾ ഫോം പറയുക. HRC, ഹൈ റപ്ചറിംഗ് കപ്പാസിറ്റി ഫ്യൂസ്. ഓക്കെ, അടുത്ത 113ാമത്തെ ക്വസ്റ്റ്യൻ, ഓം നിയമം കണ്ടുപിടിച്ചതാര്? ഈ വീഡിയോയിൽ തന്നെയും ആദ്യം നമ്മൾ പറഞ്ഞു, ഇതിന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ജോർജ് സൈമൺ ഓം ആണ് ഓം നിയമം കണ്ടുപിടിച്ചത്. അടുത്തത് 114ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ AC സപ്ലൈയുടെ ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ്. അതിന് നമുക്ക് സംശയങ്ങളൊന്നും തന്നെ ഇല്ല. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ചേർത്ത് വച്ചാൽ എന്ത് സംഭവിക്കും? കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ചേർത്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? അവ വികർഷിക്കും. സെയിം പൊളാരിറ്റീസ് എപ്പോഴും റിപ്പൽ ചെയ്യുന്നു, ഡിഫറെന്റ് പൊളാരിറ്റീസ് നമുക്ക് അട്രാക്ട് ചെയ്യുന്നു. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വയർമാൻ പെർമിറ്റിന്റെയും മറ്റ് ടെക്നിക്കൽ PSC ക്വസ്റ്റ്യനുകളുടെയും 10ാമത്തെ വീഡിയോ എത്തുന്നവരെ കാത്തിരിക്കുക. ബൈ ആൻഡ് താങ്ക് യു.